നോർമലി ബോയ്സ് ആണ് ജിമ്മിൽ പോകുന്നത്. അപ്പം എന്തിനാ നീ ഇങ്ങനെ ജിമ്മിൽ പോകുന്നത്, നിന്റെ ബോഡിയുടെ ഷേപ്പ് മാറി, എന്താ വുമൻസിനൊരു ബോഡി ഉണ്ട്, അതേപോലെ അല്ലല്ലോ ജിം, എന്തിനാ അത് വേണ്ടേ, നമുക്കൊരു ബോഡി ഇല്ലേ, അത് പോരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ എവ്രിവൺ, ജീനിയസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ദേവനന്ദന പവനൻ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് എഫ്എമ്മിൽ ഞാനിന്ന് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ, അതും നാഷണൽ ലെവൽ മാത്രമല്ല ഏഷ്യൻ ലെവലിലും ചാമ്പ്യൻഷിപ്പ് വാങ്ങിയ നമ്മുടെ സ്വന്തം +1 വിദ്യാർത്ഥിനി ആശംസയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. ഹലോ ആശംസ. ഹായ്, സുഖമാണോ? അതെ. എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? അടിപൊളി. അപ്പോൾ ആശംസ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിനെ പറ്റി അറിഞ്ഞത്? എന്തുകൊണ്ടാണ് പവർ ലിഫ്റ്റിംഗ് തന്നെ ആശംസയുടെ ഒരു പാഷനും കരിയറും ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം? അതെന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ 4ൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ലറ്റിക്സിൽ പോകുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ ചേഞ്ച് ചെയ്ത സമയത്ത് അവിടെ ജിമ്മൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സാറ് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നോടല്ല എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്താ പവർ ലിഫ്റ്റിങ്ങിന് താല്പര്യമുണ്ടോ എന്ന്. അപ്പം അവൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വരാൻ ഇച്ചിരി മടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നെയും കൂടെ വിളിച്ചു. പിന്നെ ഞങ്ങൾ ജിമ്മിൽ പോയി ചെയ്തു, പിന്നെ കോമ്പറ്റീഷനൊക്കെ പോയി, ഏഷ്യക്ക് പോയി, അങ്ങനെ ഇവിടെ വരെ എത്തി. പവർ ലിഫ്റ്റിംഗ് തന്നെ ആശംസയുടെ ഒരു പാഷനായിട്ട് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു ആ കാരണം? അത് പാഷനൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെയാണ്. ഈ ആശംസയുടെ ഈ പവർ ലിഫ്റ്റിംഗ് ജേർണിയിൽ പിന്നിലുള്ള ആ കോച്ചിന്റെ പേരെന്താ? സവനിയൻ സാർ. സാർ എങ്ങനെയുള്ള ഒരു കോച്ചാണ്? സാർ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്. ഇപ്പം സ്പോർട്സ് ആണെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്താണ്, നമുക്ക് അതിലിടയ്ക്ക് കുറേ ഈവൻറ്റ്സ് ഒക്കെ വരുമല്ലോ, ഇപ്പം വെഡിങ് ആണെങ്കിലും സെലിബ്രേഷൻസും, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫുൾ കോൺസെൻട്രേറ്റഡ് ഓൺ സ്പോർട്സ്, അങ്ങനെ ഒരു സംഭവത്തിലായിരുന്നു. ഇപ്പം ഈ ട്രോഫിക്കും മെഡലും ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ വീട്ടുകാരുടെയൊക്കെ ആ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റൊക്കെ കിട്ടുമ്പം, ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. വീട്ടുകാരൊക്കെ വഴിയുന്നേ ഓടി വരുമായിരുന്നു എനിക്ക് മെഡൽ കിട്ടിയ സമയത്ത്. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് മാർക്ക് കിട്ടുമ്പോൾ തന്നെ ട്രോഫിയൊക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. അപ്പം സ്പോർട്സിന് കിട്ടുമ്പം ഗോൾഡ് മെഡൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ. ഇപ്പോൾ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരു പവർ ലിഫ്റ്റർ ആണല്ലോ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയും ഡോമേറ്റ്സിൻ്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എല്ലാവർക്കും. എന്നിട്ട് മസിലൊക്കെ കാണിക്കാന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ കാണിക്കും. പിന്നെ സ്കൂൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം കഴിഞ്ഞ് എനിക്ക് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടുന്ന് ജിമ്മിൽ നിന്നൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇതാണ്. റോജ സാറും എല്ലാ കോമ്പറ്റീഷനും എന്തിലും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കും സാറ്. അടിപൊളിയാണ്. ഇപ്പം ആശംസ ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരാളല്ലേ, ഇപ്പോൾ ഈ മടിയൊക്കെ തോന്നാറുണ്ട്. എങ്ങനെയാണ് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഹോസ്റ്റലും പഠിത്തവും ഈ പവർ ലിഫ്റ്റിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെ? ഓഫ് കോഴ്സ് മടി തോന്നാറുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ഇഷ്ടം, അതിനോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് പിന്നെ ചെയ്തങ്ങ് പോകുമല്ലേ. ഈ പവർ ലിഫ്റ്റിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്പോർട്സ് ചെയ്യണം? സ്പോർട്സ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 400ഉം 200ഉം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്കൂളിൽ UP സ്കൂളിലോട്ട് വന്ന സമയത്താണ് പവർ ലിഫ്റ്റിങ്ങിലോട്ട് വന്നത്. ആശംസയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താ? ഇൻസ്പിറേഷൻ എൻ്റെ സാർ തന്നെയാണ്. സാറിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസും അത്രയ്ക്ക് അടിപൊളിയാണ്. ഇപ്പോൾ ആശംസ ഹോസ്റ്റലല്ലേ, അപ്പോൾ നിങ്ങൾ ഈ പവർ ലിഫ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആണല്ലോ. അപ്പോൾ ഈ ഹോസ്റ്റൽ ഫുഡിനോടൊപ്പം തന്നെ ഈ ഡയറ്റൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? ഇവിടെ വന്നിട്ട് ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കോമ്പറ്റീഷൻ സമയമാകുമ്പം വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യും, അല്ലാണ്ട് ഡയറ്റ് ഒന്നും ചെയ്യാറില്ല. നോർമൽ ഫുഡിങ്. ഇപ്പോൾ എല്ലാ ദിവസവും ആശംസ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാറുണ്ട്? ജിമ്മിൽ പോകാറുണ്ട്, പിന്നെ ചില സമയത്ത് പോകാറില്ല. ഇപ്പോൾ ആശംസ ഒരുപാട് കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ആശംസയ്ക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും എപ്പോഴെങ്കിലും ആശംസയ്ക്കൊരു റൂഡായിട്ടുള്ള, അല്ലെങ്കിൽ ആശംസ ഏതെങ്കിലും ഒരു നെഗറ്റീവ് രീതിയിൽ അഫക്റ്റ് ചെയ്തായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്പോർട്സ് സൈഡിൽ നിന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. മീൻസ് എല്ലാവർക്കും അറിയാം, സ്പോർട്സ് എന്താണെന്ന് അറിയുന്നവർക്കറിയാം. അല്ലാണ്ട് ഈ കോമൺ പീപ്പിൾസ് അവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം നോർമലി ബോയ്സ് ആണ് ജിമ്മിൽ പോകുന്നത്. അപ്പം എന്തിനാ നീ ഇങ്ങനെ ജിമ്മിൽ പോകുന്നത്, നിന്റെ ബോഡിയുടെ ഷേപ്പ് മാറി, എന്താ വുമൻസിനൊരു ബോഡി ഉണ്ട്, അതേപോലെ അല്ലല്ലോ ജിം, എന്തിനാ അത് വേണ്ടേ, നമുക്കൊരു ബോഡി ഇല്ലേ, അത് പോരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മളായിട്ട് നിൽക്കുക, ബി യുണീക്ക്. ഇങ്ങനെയുള്ളവരോടൊക്കെ ആശംസയ്ക്ക് എന്താണ് പറയാനുള്ളത്?
അങ്ങനെയുള്ളവരോട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, അവർ അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ആശംസ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ ഭാവിയിൽ ആശംസയ്ക്ക് പവർ ലിഫ്റ്റിംഗ് തന്നെ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാനാണോ ആഗ്രഹം, അതോ ഒരു ഡിഗ്രി ഒക്കെ കിട്ടി ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ കിട്ടി അതിനോടൊപ്പം തന്നെ പവർ ലിഫ്റ്റിംഗ് കൊണ്ടുപോകാനാണോ? ഡിഗ്രി വിത്ത് പവർ ലിഫ്റ്റിംഗ് ആണ് ഞാൻ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പോർട്സ് മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ കരിയർ അങ്ങനെ സെറ്റ് ആകത്തില്ല. വിത്ത് സ്റ്റഡി നമുക്കൊരു ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. സോ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ ഒട്ടും തന്നെ മടിച്ചു നിൽക്കാത്തൊരു കാലമാണ്. ഇപ്പോൾ ആശംസ പറയുന്ന പോലെ തന്നെ പെൺകുട്ടികളും സ്പോർട്സിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് ആശംസയ്ക്ക് പറയാൻ എന്താ ഉള്ളത്? തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് നമ്മളത് ചെയ്യണം. ഇപ്പം അതിന് മടിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആശംസ ഈ സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതായത് ഇതൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് ഉള്ള ഒരു ഫീൽഡാണ്, പ്രത്യേകിച്ച് പവർ ലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇഞ്ചുറീസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അതൊക്കെ അസംഷൻസ് ആണോ അതോ അത് റിയൽ ആണോ? ഓഫ് കോഴ്സ് അസംഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പം എല്ലാ ഫീൽഡിലും ഉണ്ട്. എന്താണ്, ഒരു ക്വാളിറ്റിയും ഉണ്ടാവും, ഒരു ഡീമെറിറ്റും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇപ്പം അത് പവർ ലിഫ്റ്റിങ്ങിൽ മാത്രമല്ല, സ്പോർട്സ് അത്ലറ്റിക്സിലും ഉണ്ടാവും. ഇപ്പം ഓടുന്നവർക്ക് നീ ഇഞ്ചുറി അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പം ചിലവരിങ്ങനെ വെയിറ്റ് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഇതുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാകും, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടല്ലോ. എന്നാലും നമ്മൾ കറക്റ്റൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കൺട്രോൾ ചെയ്തൊക്കെ പോകാൻ പറ്റും. ആശംസ പറഞ്ഞല്ലോ ഒരു ഡിഗ്രിയുടെ ഒപ്പം തന്നെയാണ് ഈ ഒരു പവർ ലിഫ്റ്റിംഗ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആശംസ ഏത് ഡിഗ്രി എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് സ്പോർട്സ് മെഡിസിനോടാണ് കൂടുതൽ താല്പര്യം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇഞ്ചുറി അറിയാൻ പറ്റും. സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതും അതായിരുന്നു. ഈ പഠിത്തവും പവർ ലിഫ്റ്റിംഗും ഒന്നിച്ച് മാനേജ് ചെയ്യുന്നത് എങ്ങനെ? കുറച്ച് ബുദ്ധിമുട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. മീൻസ് 10th വെച്ച് നോക്കാൻ നേരത്ത് +1 +2 കുറച്ച് കൂടുതൽ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് പഠിക്കാനായിട്ട്. ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. And that brings us to the end of this FM broadcast. ഇത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ സ്വന്തം ആർജെ ദേവനന്ദനാപ്പവനൻ. ആശംസ ഇനി ഇതുപോലെ ആശംസയുടെ കൂടെ ഒരു FM കൂടെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ that's it. Ta-ta.